بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. يا أيها الناس أوصيكم وإياي أولا بتقوى الله. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആദ്യമായി ഓഫറുകളുടെ ലോകത്താണ്. ഒരു വസ്തു വാഗ്ദാനം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഏറ്റവും വില കുറച്ചും ഏറ്റവും ലാഭം നേടിയെടുക്കാനുള്ള ഓഫറുകളെ കുറിച്ച് അന്വേഷിക്കാൻ ഏത് ദിവസം പോയാലാണ് അതിന്റെ ഓഫർ ലഭിക്കുക, ഏത് സ്ഥലത്ത് പോയാലാണ് കൂടുതൽ ഓഫർ ഉണ്ടാകുക, ഏത് ഷോപ്പിലാണ് ഏറ്റവും ലാഭം നേടിയെടുക്കുന്നത്, ഈ രൂപത്തിൽ എന്ത് കാര്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയാനും മനസ്സിലാക്കാനും ഓഫറുകൾ സ്വീകരിക്കാനും അന്വേഷിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഈ മനസ്സ് കൃത്യമായി അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചില ഓഫറുകളും നൽകി. ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂറിനും ഒരേ പ്രത്യേകതയല്ല അല്ലാഹു നൽകിയത്. സുബഹ് നമസ്കാരത്തിന് ശേഷമുള്ള സമയത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അത് ബറക്കത്താക്കപ്പെട്ട സമയമാണ്. മറ്റു സമയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബറക്കത്ത് ആ ഒരു സമയത്തിൽ. രാത്രിയുടെ അന്ത്യയാമത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ സമയത്ത് ഒരാൾ തന്റെ റബ്ബിനോട് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നു. ഒരു ദിവസത്തിൽ പോലും ചില പ്രത്യേക സമയങ്ങൾ അല്ലാഹു ഓഫറായിട്ട് അതിന് ഇന്ന പ്രത്യേകതകൾ. ഈ ആഴ്ചകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസത്തിലും ഒരേ പ്രത്യേകതയല്ല റബ്ബിന്റെ. ഇന്ന് നമ്മളുള്ള ഈ യൗമുൽ ജുമുഅയെ സംബന്ധിച്ചിടത്തോളം
ദിവസങ്ങളുടെ രാജാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത്രയും കോരിക്കയാക്കപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അതിൽ തന്നെ ചില പ്രത്യേക സമയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലിൽ ജുമുഅത്തി ലസഅ, തീർച്ചയായും ജുമുഅ ദിവസം ഒരു സമയമുണ്ട്. ആ സമയം ഒരാൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹ് തീരുമാനിച്ച ആ ഒരു സമയവും ഇയാളുടെ പ്രാർത്ഥനാ സമയവും യോജിച്ചു വന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. ഇങ്ങനെ പല ദിവസങ്ങൾക്കും പല സമയങ്ങൾക്കും പല മാസങ്ങൾക്കും അല്ലാഹു ചില പ്രത്യേകതകളും ഓഫറുകളും. അങ്ങനെ ഏറെ ഓഫറുകളുണ്ട്, ഏറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് പ്രിയപ്പെട്ടവരെ ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള പരിശുദ്ധ റമദാൻ മാസം. ഒരുപക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ റമദാനിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. എങ്ങനെ ഒരു വിശ്വാസി ഒരുങ്ങണം, തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ച്. ആ തയ്യാറെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തിന് ഞാൻ തയ്യാറെടുക്കണം, എനിക്ക് അതിലൂടെ എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ അല്ലാഹു നൽകുന്ന ഒരുപാട് ഓഫറുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു പുതുമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വിശ്വാസി എപ്പോഴും നന്മകൾക്ക് പ്രചോദനമുണ്ടാകുന്ന, നന്മകൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്ന, നന്മകൾക്ക് ധൃതിപ്പെട്ടു പോകുന്ന ആളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ ഒരു കാര്യം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടണേ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് മുന്നേറണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്കും, അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആ സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളേക്കാൾ വിശാലമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരൊറ്റ ആയത്ത് ഒരു വിശ്വാസിക്ക് മാറിയിരിക്കാൻ കഴിയും, അവന് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. അവരെല്ലാത്തിനും, എല്ലാ നന്മകളുടെ വിഷയത്തിലും ധൃതിപ്പെട്ട് അതിന്റെ ഓഫറുകൾ അന്വേഷിച്ചുകൊണ്ട് അതിന് കഴിവിന്റെ പരമാവധി പണിയെടുത്തുകൊണ്ട് മുന്നേറുന്ന അവസ്ഥയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നാമത്തെ ഓഫറാണ് എല്ലാ പാപങ്ങളും ഹരിച്ചു കളഞ്ഞു, പാപങ്ങളെല്ലാം പുറത്തു കിട്ടാനുള്ള ഒരു മാസം. റമദാൻ എന്ന വാക്യം പണ്ഡിതന്മാർ നൽകിയ ഒരു അർത്ഥം ഹരിച്ചു കളയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എന്തെല്ലാം പാപങ്ങളും, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ അവന്റെ ചെറുപാപങ്ങൾ പുറത്തു തരും. ഇനി റമദാനിന്റെ മറ്റു പ്രത്യേകതയായി എടുത്തു പറഞ്ഞു, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ. ഒരാൾ റമദാനിൽ നോമ്പെടുക്കുകയാണെങ്കിൽ, ഈമാനോടെ വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും നോക്കും. നോമ്പിന്റെ വിഷയത്തിന് മാത്രമല്ല, മൻ ഖാമ റമദാൻ, റമദാനിൽ ഒരാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അപ്പോഴും ഇതേ ഓഫർ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപവും ഇങ്ങനെ പരിശോധിച്ചു. ഒരു പക്ഷേ നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്, അറിഞ്ഞോ അറിയാതെയോ ഒരു ട്രാഫിക് സിഗ്നൽ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പേരിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വരും, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ന ഒരു ഭാഗത്ത് ഹെൽമെറ്റ് ഇല്ലാതെ പോയി, ഇന്ന ഒരു ഭാഗത്ത് ഓവർ സ്പീഡായി, കൃത്യമായ കണക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സമയത്ത് ഒരു പണിഷ്മെന്റ് വരുന്ന സമയത്ത്, ഒരു ഫൈന് വരുന്ന സമയത്ത് നമ്മളൊന്നും ജാഗ്രത വരും, നമ്മളതൊന്നും ഒഴിവാക്കേണ്ടി വരും. ഒന്നുകൂടി ശ്രദ്ധിക്കണം. പിന്നീട് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് കൂടി നമ്മൾ വാഹനം ഓടിക്കും, ഒന്നുകൂടി ശ്രദ്ധിക്കും. കാരണം ഈ ഒരു ഫൈന് വരുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ നമുക്കറിയാം,
വ്യക്തമായിട്ട് അറിയാം, അത് തെറ്റാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിന് നിസ്സാരവൽക്കരിച്ച് അതിനൊന്നും വലിയ കുഴപ്പമില്ല, ആരാപ്പത് ചെയ്യാം. ഈ ന്യായങ്ങൾ പറഞ്ഞ് 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 അത് മനസ്സിനോട് സമ്മതിപ്പിച്ച് നമ്മളതിന് നിസ്സാരവൽക്കരിച്ചു എങ്കിൽ സുഹൃത്തെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാൻ അന്ന് വലിയ ഒരു ഓഫർ തരുന്നു. വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കോ എന്ന നിലക്ക്. എങ്കിലും ഒന്നാമത്തെ വിഷയം അതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം, ഈ ഒരു റമദാൻ എന്ന് പറഞ്ഞാൽ നന്മകൾക്ക് പ്രചോദനം നൽകുന്ന ഏറ്റവും വലിയ ഓഫറുകൾ നൽകുന്ന ഒരു മാസം. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി നടക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ച് ലഭിച്ചത് പറഞ്ഞിരുന്നു. റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ഒരു അത്ഭുതം ഈ ലോകത്ത് നടക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ ശൈത്താന്മാരെ ചങ്ങലക്കിടുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും എല്ലാം ചെയ്യും. ഇതെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ദിവസം രാത്രി നടക്കുന്ന ഒരു വിളംബരത്തെ കുറിച്ച്, ഒരു വിളിയാളത്തെ കുറിച്ച് പറയാണ്. വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നതാണ്. അന്നേ ദിവസം ഒരു വിളിച്ചു പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നവനോടുള്ള ഒന്നാമത്തെ വിളിയാണ് അല്ലയോ നന്മ ചെയ്യുന്നവരെ, മുന്നിട്ടോ, ഈ കഴിവിന്റെ പരമാവധി നന്മകളിലേക്ക് മുന്നിട്ടോ. തിന്മ ചെയ്യുന്നവരെ നിങ്ങൾക്ക് അവസാനിപ്പിച്ചു, റമദാനായിട്ട് നിർത്തിക്കോ, എല്ലാം അവസാനിപ്പിച്ചു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അങ്ങനെ ഒരു വിളംബരം നടത്തപ്പെടുമെന്നുള്ളത് ഒരിക്കൽ പോലും കടം പറയാത്ത നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടാണ് പറയുന്നത്, നന്മയാണ്, അവസരമാണ്, ഉപയോഗപ്പെടുത്തിയത്. എത്രത്തോളം എന്നാൽ ആ അവസരം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് പോലും എത്ര പ്രതിഫലമുണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറഞ്ഞു, അഥവാ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്, കുല്ലു അമലി ഇബ്നു ആദമ യുദാഅഫ്, ആദമിന്റെ മക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം കൊടുക്കും എന്നിട്ട് പറയാണ്, അൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700. ഒരാളുടെ ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഒരു നന്മ അത് 10 മുതൽ 700 വരെ ഇരട്ടിയാക്കി തന്നു. ഇപ്പൊ നമ്മൾ റമദാനിലല്ല, റമദാനിലല്ലാത്ത മാസങ്ങളിലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഒരാൾ ഒരൊറ്റ നന്മ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ 10 ഇരട്ടിയായി, അല്ല 10 മുതൽ 700 ഇരട്ടിയാക്കി തന്നതുമാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ആ ഇരട്ടിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, എന്നിട്ട് അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സൗമണി ഫഇന്നഹു ലി വഅന അജ്രി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് സുബ്ഹാനല്ലാഹ്. ബാക്കി ഏതൊരു മാസത്തിൽ ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ 10 മുതൽ 700 ഇരട്ടിയാണെങ്കിൽ, റമദാൻ മാസത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നോമ്പിന്റെ വിഷയത്തിലൊക്കെ, അത് അല്ലാഹു എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, 10 മുതൽ 700 ഇരട്ടിയല്ല, അതിൽ കൂടുതലും അല്ലാഹു തരാൻ പറ്റും. ഇപ്പോഴത്തെ എത്ര വലിയ നമ്മളിങ്ങനെ കാത്തിരിക്കും. ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു മൊബൈൽ വാങ്ങണമെങ്കിൽ, ഒരു കാർ വാങ്ങണമെങ്കിൽ, ഒരു വസ്ത്രം വാങ്ങണമെങ്കിൽ അന്വേഷിച്ച് നടക്കാറുണ്ട് നമ്മുടെ ഓഫറുകൾ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ഓഫർ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഇരട്ടിയായി തരും. ഈ റമദാനിലെ ഓരോ കർമ്മങ്ങൾക്കും ഇത് കൃത്യമായി അറിയുന്നവരായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയുമ്പോൾ നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഒരാൾ ഒരു സമ്മാനമായിട്ട് 1,00,000 ദിർഹം കൊടുത്തു. 1,00,000. ആ ദിർഹം കിട്ടിയ സമയത്ത് നമ്മളാണെങ്കിൽ അത് കിട്ടുന്നത് വേഗം എടുത്തു വെക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ അത് രാവിലെയാണ് കിട്ടിയത്. വൈകുന്നേരമാകുമ്പോഴേക്ക് അവരെടുത്തു.
1,00,000 ദിർഹം അതവര് കൊടുത്തു. അന്ന് അവര് നോമ്പ് കഴിയും. നോമ്പ് തുറക്കാൻ നേരത്ത് സാധാരണ അവർക്കുള്ള ഭക്ഷണത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല. താരത്തെയും ഏതാനും ഭക്ഷണവും മാത്രം. അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ നിരത്തപ്പെട്ടു. ഉടനെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പറയുകയാണ്, ഉമ്മ, നിങ്ങൾ കുറച്ചൊക്കെ പൈസ എടുത്തു, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റിവെക്കണം, നമ്മളിവിടെ പ്രയാസത്തിലാണ്. ആ സമയത്ത് ആഴ്ച അവർ പറയുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഭക്ഷണത്തിൽ ഞാൻ മാറ്റി. രാവിലെ 1,00,000 ദിർഹം കിട്ടിയത് വൈകുന്നേരമാകുമ്പോഴേക്കും കൊടുത്തു തീർക്കും. കാരണം അവർക്കറിയാം അതിന്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ട്. എങ്കിൽ അത്രത്തോളം നന്മകൾക്ക് വേണ്ടി മുറ്റിട്ടിരുന്നവരാണ് നമ്മുടെ മുൻകാലത്ത്. ഈ റമദാൻ നന്മകൾക്കുള്ള പ്രചോദനത്തിന്റെ ഓഫർ നൽകുന്നത്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ഈ റമദാനിലുള്ള ഉംറയുടെ പ്രത്യേകതകൾ. ഒരു പക്ഷേ പല ആളുകളും അറിയാത്തതായിരുന്നു, പല ആളുകളും അത്ര ഗൗരവത്തിന് കാണാറുമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന ഉംറതൻ ഫീ റമദാൻ, തീർച്ചയായും റമദാൻ മാസത്തിലെ ഉംറ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന് തുല്യമാണ്. അല്ലെങ്കിൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. റമദാനിൽ ഒരു ഉംറ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് നബിയും സഹാബത്തും എല്ലാവരും അവിടെ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ മനഅകി മിനൽ ഹജ്ജ്, അല്ല ഹജ്ജിന്റെ കാര്യത്തിൽ നിങ്ങളെ തടസ്സമെന്താണ്? നിങ്ങൾ എന്തേ ഹജ്ജിന് പങ്കെടുക്കാതിരുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കയ്യിൽ ആകെ 2 വാഹനങ്ങളാണ്, 2 ഒട്ടകങ്ങളാണ്. അതിൽ ഒന്നുമായിട്ട് അദ്ദേഹം ഹജ്ജിന് പോകും, മറ്റൊന്നുള്ളത് ഞങ്ങളുടെ വീട്ടിലെ കൃഷി ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം. അതുകൊണ്ട് വരാൻ വാഹനമായി, അതുകൊണ്ടാണ് ഞാൻ വരാൻ. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ റമദാനിലുള്ള ഉംറ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അതിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പരിചയമുള്ളതാണല്ലോ, പ്രത്യേകതയുള്ളതാണല്ലോ. എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആഗ്രഹിക്കണം. അതാണ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്, ഒരു ആഗ്രഹം. ഇത് പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചെയ്താൽ തരും, എങ്ങനെയൊക്കെ 1 ലക്ഷത്ത് മുടക്കിയിട്ട് അല്ലെങ്കിൽ 1.25 ലക്ഷത്തൊക്കെയാണ് എന്നെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചു. ഈ കാലത്ത് നമ്മുടെ മനസ്സിൽ ആഗ്രഹം, റമദാനിൽ ഒരു ഉംറ ചെയ്യണം എന്ന ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞൊരു കാര്യം കേട്ടോ, ഫഇദാ ജാഅ റമദാൻ ഫഅ്തമിരി, റമദാൻ വന്നാൽ നിങ്ങൾ ഉംറ ചെയ്യണം. ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, തീർച്ചയായും ആ റമദാനിലുള്ള ഉംറ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജിന്റെ കണക്കായിട്ടാണ് കണക്കാക്കുന്നത്. വലിയ പുണ്യമുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഇത്തവണ നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ തടസ്സങ്ങളുണ്ടെങ്കിൽ അടുത്ത ഒരു റമദാനിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് അതിനൊരു അവസരം നൽകണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉൾപ്പെടുത്തുകയാണ്. 4-മത്തെ വിഷയം, ഈ ഒരു റമദാനിന്റെ ഓഫറുകൾപ്പെട്ടതാണ് നരകമോചനമുണ്ട്. റമദാനിന്റെ എല്ലാ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകളെയും നരകത്തിൽ ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു വിവാദത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹദീസിൽ കാണുവാൻ സാധിക്കും, മൻ ഖാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ ബഅദല്ലാഹു വജ്ഹഹു അൻനാരി 70 ഖലീഫ, ആ നോമ്പെടുക്കുന്നവന്റെ മുഖത്തെ അല്ലാഹു 70 വർഷത്തെ വഴിക്കൂടത്തേക്ക് മാറ്റും. 70 വർഷത്തെ വഴിക്കൂട. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നോമ്പെടുക്കാൻ എത്രയാണെങ്കിൽ 30 ദിവസം നോമ്പെടുക്കും നമുക്ക് കിട്ടുന്ന ഓഫർ. അത് കേവലം നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളുടെ വിഷയത്തിലും നരകമോചനം എന്ന ഓഫർ. നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, ഇപ്പതാ ഈ ഒരു ചൂടുന്ന സമയത്ത് പാലക്കാടിന്റെ ചൂട് ഞാൻ പറയുന്നത്, 1 കിലോമീറ്റർ നട്ടുച്ച സമയത്ത് പോകുക എന്നത് നമുക്ക് പ്രയാസമില്ല.
നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ നിന്നും എത്രയോ കോടി കിലോമീറ്ററാണ് സൂര്യൻ. അത്രയേറെ കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ ഒരു ചാലിന് മുകളിലായി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് വിശ്വസിക്കുന്നത്. എവിടെയുള്ള മാറ്റം ആ സമയത്ത് കത്തിജ്വലിക്കുന്ന ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മളെ നരകമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഈ റമദാനിന്റെ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികളൊക്കെ നരകമോചനം എന്നുള്ളത് അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം. നിങ്ങൾക്കറിയുമോ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഈ ഫുളൈൽ ഇബ്നു ഇയാദ് വലിയ പണ്ഡിതനായി. ഒരു കാലത്ത് അദ്ദേഹം വളരെ മോശമായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് ഖുർആനിന്റെ ആയത്ത് കേട്ട് മനസ്സിലാക്കി അദ്ദേഹം വലിയ പണ്ഡിതനായി. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അലി ഇബ്നു ഫുളൈൽ, ആ മകൻ പുറത്തേക്ക് ഇറങ്ങി വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയോടുകൂടി നടക്കുന്നത്. ആ സമയത്ത് വാപ്പയായ ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിക്കാൻ എന്ത് പറ്റി, എന്താണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള കാരണം? നിന്റെ മുഖത്ത് വല്ലാത്ത ഒരു വെപ്രാളം കാണുന്നുണ്ട്, എന്താ പ്രശ്നം? ആ സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തിന്റെ മകൻ അലി പറയാണ്, യാ അബീ തദക്കർ ബില്ലാഹ്, ഉറപ്പാണ്. അങ്ങനെ നരകത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചു. ഖുർആനിലെ ചില ആയത്തുകൾ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ നരകത്തിന്റെ ഭയാനകത പറയുന്നു. അതിൽ മനുഷ്യന്റെ രോഗഭൂമങ്ങളെ പോലും കഴിച്ചു കളയുന്ന രൂപത്തിൽ ഉള്ള നരകത്തെ കുറിച്ച് വായിക്കുന്നു. ഒരു തൊലി അങ്ങ് നടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ തൊലി വീണ്ടും ഉണ്ടാകുന്നതിനെ കുറിച്ച് വായിക്കുന്നു. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നു, എന്തായിരിക്കും ഇവിടെ പറ്റും. ഇത് പറഞ്ഞിട്ട് മകൻ കഴിയും ആ വാർത്തകളൊക്കെ പാർട്ടി നരകത്തെ കുറിച്ചൊന്നും അറിയപ്പെടുക ഒരു കേട്ടാണ്. നിങ്ങൾക്കറിയുമ്പോൾ സഹാബിമാരുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുപാട് പ്രത്യേകത. സഹാബി എന്നത് തന്നെ പ്രത്യേകത. എന്നാൽ ഈ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലുള്ള സംഭവം, അദ്ദേഹം വീട്ടിലിരിക്കുക രാത്രിയായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പുറപ്പെടുത്തി. അദ്ദേഹം ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം അവിടെ ഇന്ന് കരയാൻ തുടങ്ങി. തന്റെ ഭർത്താവിന്റെ കരത്തിൽ കാണാൻ കഴിയാതെ ആ ഭാര്യ കണ്ടു. കുറച്ചു കഴിഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തന്റെ വിഷമം കഴിച്ചപ്പോൾ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, എന്തിനാ നീ കരഞ്ഞത്? ഭാര്യ പറയാണ്, നിങ്ങളുടെ കരത്തിൽ കണ്ടപ്പോൾ എനിക്ക് വിഷമം, അതുകൊണ്ടാണ് ഞാൻ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ കരഞ്ഞത് എന്താണ്? ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചു, നമ്മുടെ മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. വിശുദ്ധ ഖുർആനിലെ ആയത്തിലെ നരകത്തിന്റെ മുകളിലൂടെയുള്ള സിറാത്തിലൂടെ നടക്കേണ്ടി വരുമെന്ന്. നരകത്തിന്റെ മുകളിലുള്ള സിറാത്തിന്റെ മുകളിലൂടെ ഞാനിങ്ങനെ നടക്കുന്നു. ഞാൻ അതിന്റെ താഴേക്ക് വീണാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആരോടാ പരിഭവം പറയും? ഞാൻ ആരോടോ അത് ആലോചിച്ചപ്പോൾ അള്ളാഹിന് മുന്നിൽ എന്താ പറയാ എന്നാലോചിക്കാൻ. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിലൊന്നും നരകം ആലോചിച്ചിട്ട് ഒരു ഇച്ചിരി കണ്ണീര് വന്ന് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയാം. നമുക്കൊന്ന് ഭയങ്കര ധൈര്യം, നമുക്ക് വല്ലാത്ത ധൈര്യം. ഞാൻ നിസ്കരിക്കുന്നില്ല, ഞാൻ സുബഹിക്ക് പള്ളിക്ക് വന്നിട്ടുണ്ടല്ലോ, ഞാൻ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്നേക്കാൾ എത്രയോ മോശമാണ് മറ്റുള്ളവർ, അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു. ആലോചിച്ചു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ യുദ്ധത്തിൽ ഒന്നാമതായി ഷഹീദായാണ് കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, ഒന്നാമത്തെ നേതാവ് നിങ്ങളാണ്. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നാൾ പതാക ഏറ്റെടുത്തത്, അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നാൾ പതാക ഏറ്റെടുത്തത്. അതവർ പറയുമ്പോൾ തന്നെ ഇസ്ലാമിയുടെ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ അവർക്ക് ഉറപ്പാണ്, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ യുദ്ധമാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തന്റെ വലത്തെ കയ്യിലിങ്ങനെ പതാക പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഒരു ശത്രു അദ്ദേഹത്തിന്റെ വലത്തെ കൈ വിട്ട് വെട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ താഴെ വീണു. അദ്ദേഹം ഇടത്തെ കൈയിലേക്ക് പതാകം ആ ഇടത്തെ കൈ അദ്ദേഹം തന്റെ കക്ഷത്തിലേക്ക് ചേർത്ത് വെച്ചു.
അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രക്തം കൊറ്റിക്കൊണ്ടിരിക്കും. ശക്തമായ വേദന സഹിച്ചിട്ടും ഇസ്ലാമിന്റെ പതാക ഞാൻ താഴെ വെക്കൂലായി തീരുമാനിച്ചു. അങ്ങനെയുള്ള വാഹനം നാളെ പരലോകത്ത് ഞാൻ നരകത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ വെച്ച അവസ്ഥ ഉണ്ടായി. ആ പാലത്തിന് മുകളിലൂടെ ഞാൻ എങ്ങനെ അപ്പുറം കടക്കും? അതേതാണ് അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം പരിശോധിക്കാം. നമുക്കൊക്കെ എന്ത് ധൈര്യമാണ്, എന്ത് ഉറപ്പാണത്. ആരായ നമ്മളോട് പറഞ്ഞു, അവരോട് അള്ള പറഞ്ഞു, പറയാൻ അവർ മുന്നിട്ടിറങ്ങിയ ആളുകളാണ്. അള്ളാഹു അവരുടെ കാര്യത്തിൽ പറഞ്ഞു, അവരൊക്കെ തൃപ്തിപ്പെട്ടു. അള്ള തൃപ്തിപ്പെട്ടവർ, പ്രവാചകൻ തൃപ്തിപ്പെട്ടവർ, എന്തും അവർക്ക് വേണ്ടി. നമുക്ക് ബേജാറില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോകം സാധിച്ചവർ. അപ്പോ ഈ ഒരു റമദാൻ എന്റെ നരകമോചനത്തിന് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തണമെന്ന അതിയായ ആഗ്രഹം നമുക്കുണ്ടാകും. അഞ്ചാമത്തെ വിഷയം, ഈ റമദാൻ നമുക്ക് നൽകുന്ന ഓഫറാണ് സ്വർഗപ്രവേശനം എന്ന ഏറ്റവും വലിയ ഓഫർ. സ്വർഗപ്രവേശനമുണ്ട്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ ഒരു കവാടത്തിന്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും സ്വർഗത്തിന് ഒരു കവാടമുണ്ട്. ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, അതിൽ ഒന്നിന്റെ പേരാണ് റയ്യാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ നോമ്പുകാരായ ആളുകൾ മാത്രമാണ് ആ കവാടത്തിലൂടെ പ്രവേശിക്കുക. അവരല്ലാത്ത ഒരാളും അതിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരാഗ്രഹം, സ്വർഗമെന്ന ആ ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് എത്താൻ, റയ്യാനിന്റെ കവാടത്തിലേക്ക് നമ്മൾ എങ്ങനെ വിളിക്കാൻ, ആ ഒരു രംഗത്തെ കുറിച്ച് പറയും. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ മലക്കുകൾ വിളിച്ചു ചോദിക്കും, ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് നോമ്പുകാരെ ഇവിടെ നോക്കുക. അവരിങ്ങനെ വിളിക്കും, അവരിങ്ങനെ നിങ്ങളല്ലാത്ത ഓരോ ആളുകൾക്കാണ് ആ ഒരു കവാടത്തിലൂടെ മാത്രമേ അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുക. സ്വർഗമെന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, അതിൽ തന്നെ ആ സ്വർഗത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കണമെങ്കിലും ഈ റമദാനിലൂടെയാണ് കടക്കുന്നത്. സ്വർഗത്തിൽ ആദ്യമായിട്ട് ജിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, ബാക്കി പല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റമദാനിനെ ഉപയോഗപ്പെടുത്തിയാലാണ് അവർ നേരത്തെ സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരിക്കലും വലിയ എന്ന് പറയുന്ന ഗോത്രത്തിൽ മദീനയിൽ നിന്നും അകലെ ഏറെ വിപുലത്തുള്ള ഒരു ഗോത്രം, അവിടെ നിന്നും 2 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരിക്കുന്നു. 2 പേരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, അങ്ങനെ 2 പേരും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി മുസ്ലിം പറയുകയാണ്. ആ 2 പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതിന് ഒന്നാമൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അശ്രദ്ധയും ഒരു താല്പര്യം, എല്ലാ കാര്യത്തിലും എല്ലാത്തിനും മുന്നേറും വരുന്നത്. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന കിട്ടുന്നു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യും. ഇത് കേട്ടതും ഈ ഒന്നാമൻ ആയിരുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുകയും അയാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ഷഹീദായി മരണപ്പെടുകയും. എന്നാൽ രണ്ടാമനെ സംബന്ധിച്ചിടത്തോളം കുറെ കാലം പിന്നെയും അഴിച്ചു. അയാളാകട്ടെ സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെ അയാളുടെ പായയിൽ കിടന്നിട്ടുണ്ട്. ഈ 2 പേരും ആ സ്വപ്നത്തെ കുറിച്ച് അദ്ദേഹം പറയാണ്. ഈ 2 പേരും സ്വർഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. കുറച്ചു കഴിഞ്ഞപ്പോ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് ഒരു മലക്ക് പുറത്തേക്ക്. എന്നിട്ട് അതിൽ സാധാരണ മരണം വഹിച്ച ഒരാളുണ്ടല്ലോ, 2ാമൻ. ആ 2ാമനോട് പറഞ്ഞു, നിങ്ങൾ സംരക്ഷിക്കുന്നു വാതിൽ. പിന്നെയും പറയാം, ഞാൻ ഇന്നലെ അതിലേക്ക് കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പോയി പറയും.
എന്നിട്ട് ആ ഒന്നാമനോട് അയാൾ വീണ്ടും പാതിരച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും പാതിരപ്പുറത്ത് മയക്കുന്നിട്ട് പറയാണ്, സുലഹ, നിങ്ങൾക്ക് സമയമായി, നിങ്ങളിപ്പോ തിരിച്ചു പോകണം, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് മാത്രമാണ്. ഈ ഒരു സ്വപ്നം സുലഹാമെന്നാണ് അദ്ദേഹത്തിന് ആകാശിച്ചത്. എന്തൊക്കെ ആ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനല്ലേ ആദ്യമായിട്ട് സ്വർഗ്ഗത്തിൽ കിടക്കട്ടെ? എന്തുകൊണ്ട് രണ്ടാമത് സ്വർഗ്ഗം കിട്ടി? അദ്ദേഹം ഈ ഒരു സംശയവുമായിട്ട് തന്റെ പരിചയത്തിലുള്ള ഏതാനും സ്വഹാബിമാർ ഹദീസിൽ കാണുവാൻ സാധിക്കും. ആ ചർച്ച പിന്നീടെത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാദിരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്ഭുതത്തോട് കൂടി നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അതിന് മാത്രം എന്ത് കാര്യമാണ് ഇതിനുള്ളത്? ആ സമയത്ത് അവർ പറഞ്ഞു, ആ ഒന്നാമൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം നന്മകളുടെ കാര്യത്തിൽ മുന്നേറിയാണ്. അയാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുകയും ഷഹീദാവുകയും ചെയ്തതാണ്. അയാൾക്കല്ലേ ആദ്യം ബുദ്ധിമുട്ടാണ്. അതാണ് അത്ഭുതം ഉണ്ടാക്കുന്നത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല, ആ ഒന്നാമൻ മരണപ്പെട്ടതിന് ശേഷം ആ രണ്ടാമന് പിന്നെയും ഒരു വർഷം കൂടി ജീവിക്കാൻ അനുവാദം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പിന്നെയും ഒരു വർഷം കൂടി ആയുധത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു, വരാൻ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അല്ല, ആ വ്യക്തിക്ക് ഒരു റമദാൻ കിട്ടിയിരുന്നു, അതിൽ നോമ്പെടുക്കാൻ അവസരം കിട്ടിയിരുന്നു, നമസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ അവർ പറഞ്ഞിട്ടില്ല, ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ എന്താ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ രണ്ടു പേർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകാശ ഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കും. ഒരാൾ ജിഹാദ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു റമദാൻ കിട്ടിയാൽ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ട രൂപത്തിൽ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അയാൾക്ക് സ്വർഗ്ഗത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നേ സ്വർഗ്ഗം നേടിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ തോഫീക്ക് കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിലിങ്ങനെ റമദാൻ വരുമ്പോൾ, റമദാനിന്റെ ദിവസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഈ അവസരങ്ങൾ നമുക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു മെഗാ ഓഫർ, അതാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ വലിയ പുണ്യം ഒരൊറ്റ രാത്രികൾ. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷത്തിലധികം. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുക്കെ എന്ന് വേണമെങ്കിൽ പറയാം. 83 വയസ്സ് വരെയൊക്കെ പലപ്പോഴും ആളുകൾ ജീവിക്കുള്ളൂ, അതിനെ കിട്ടില്ല. എങ്കിലും ഒരു ആയുസ് മുഴുക്കൽ ചെയ്യാനുള്ള കർമ്മം ഒരൊറ്റ രാത്രി കൊണ്ടുള്ളതാണ്. ഇതിനു വലിയ മെഗാ ഓഫർ വേറെ സ്ഥലത്താണ്. ആ ഒരു ഓഫറും ഈ റമദാനിലുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു പ്രത്യേകതയായി ഒരു ഓഫറായി കൊണ്ട് പണ്ഡിതന്മാരെ ജീവിക്കുന്നത് റമദാനിൽ നോമ്പുകാരന്റെ പ്രാർത്ഥന. നോമ്പുകാരൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പരിഗണനയുണ്ട്. ഹദീസിൽ കാണുവാൻ സാധിക്കും, 3 ആളുകളുടെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല. നോമ്പുകാരൻ നടത്തുന്ന പ്രാർത്ഥന, നോമ്പ് തുറക്കുന്നത് വരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഉത്തരവും. അത് കേവലം ആ ഒരു പ്രത്യേക സമയത്ത് എന്നല്ല, ആ ഒരു സമയത്തുമുണ്ട്, അല്ലാത്ത സമയത്തും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം വരെ ചില ചരിത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ നോമ്പ് നോച്ചു കഴിഞ്ഞാൽ തന്റെ മക്കളെ ഭാര്യ വിളിക്കും, കുടുംബക്കാരെ വിളിക്കും, എന്നിട്ട് പൈസ കിട്ടുന്ന അവസരം. നോമ്പ് തുറന്നാൽ പിന്നെ ഈ അവസരം കിട്ടില്ല, അതുകൊണ്ട് ഉപയോഗിക്കും. എല്ലാവരും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ.
പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങൾ നമ്മുടെ എന്തെല്ലാം ദുനിയവിയായ ഉഖ്റവിയായ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം ചോദിക്കാത്ത സമയം കൂടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു റമദാനിൽ ശഹ്റുൽ മുബാറക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബറക്കത്താക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബറക്കത്തും ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും നന്മകളിലൂടെ മുന്നേറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ ഒരിക്കൽ കൂടി എന്നോടൊപ്പം വരുമ്പോൾ സ്വീകരിച്ച് റമദാനാകുന്ന ഓഫറിനെ കുറിച്ച് ആ റമദാനിൽ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഓഫറുകളെ കുറിച്ചാണ്. ഇതിന് ഒരുപാട് നന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പലപ്പോഴും പലരും വിചാരവൽക്കരിക്കുന്ന ഒരു വലിയ ബറക്കത്തായ ഒരു കാര്യമാണ് സുഹൂർ എന്ന്, അത്താഴം കഴിക്കുക. ഒരു പക്ഷേ പല ആളുകളും രാത്രി നേരം വൈകി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മയോട് പറയും അല്ലെങ്കിൽ ഭാര്യയോട് പറയും, എന്നെ അത്താഴത്തിൽ കിടക്കണം, എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ എങ്ങനെ കിടക്കുക. പലരും വിചാരിക്കുന്നത് അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നത് വലിയ പുണ്യമാണ്. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നതിലല്ല ബറക്കത്ത്, അത്താഴം കഴിക്കുന്നതിനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ തീർച്ചയായും ബറക്കത്തുണ്ട്, വലിയ ബറക്കത്ത്. ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ശരി നിങ്ങൾ ആ ബറക്കത്ത്. നമുക്ക് കാര്യമായിട്ട് കഴിക്കാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണമില്ല, ചില പ്രയാസങ്ങളില്ല, എങ്കിലും ഒരു ഇറക്ക് വെള്ളം കുടിക്കായിരുന്നു അതിന് വലിയ സമയമൊന്നും വേണ്ട. ആ ഒരു സമയമെങ്കിലും നമ്മൾ ആ ബറക്കത്ത് എടുക്കുന്നത്. അതുപോലെ തന്നെ അതേ വിഷയത്തിൽ മലക്കുകളുടെ വലിയ ഒരു പ്രാർത്ഥന ലഭിക്കുന്നതിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. തീർച്ചയായും അല്ലാഹു ചില ആളുകൾക്ക് കരുണ ചെയ്യും, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആർക്ക് വേണ്ടിയാണ്? മുതസഹ്ഹിരീൻ, സഹൂർ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി, അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സുന്നത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈന്തപ്പഴം പോലുള്ള തനിക്ക്, കാരക്ക പോലുള്ള തനിക്കായി, അതൊക്കെ സുന്നത്തായി പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ഒരു കാര്യം, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് തുറ ധൃതിയിൽ കാണിക്കുക. സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക എന്നുള്ളത്, ഇഫ്താറിൽ ധൃതി കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങൾ ധൃതിയിലായിക്കൊണ്ടേ അവർ എപ്പോഴും ഹൈറിലായിക്കൊണ്ടേയിരിക്കും. അവർ എത്രത്തോളം ഇഫ്താറിന് ധൃതി കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ച് സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറക്കണമെന്നല്ല, സമയമായി കഴിഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കും. ചില ആളുകളുണ്ട്, സമയമായാലും പറയും അത് ആ പള്ളിയിൽ കൊടുക്കും, ഇപ്പോഴത്തെ പള്ളിയിൽ കൊടുക്കും, ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞോട്ടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരോടാണ് പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നിരുത്സാഹപ്പെടും. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അല്ലാഹു പറഞ്ഞ ഒരു വാചകം, ഖാല അല്ലാഹു അസ്സ വജൽ അഹബ്ബു ഇബാദി ഇലയ്യ അഅജലുഹും ഫിത്റ. അല്ലാഹു പറയാണ്, എന്റെ അടിമകളിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ഇഫ്താറിന് ധൃതി കാണിക്കുന്നു. അത്ര ഗൗരവം ഈ വിഷയത്തിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കണോ, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കണോ എങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുക. ഈ നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു റമദാൻ എങ്ങനെ ഒരുങ്ങണമെന്ന്. ഇതിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസം നമ്മൾ പറഞ്ഞ ഒരു ഒട്ടേറെ കാര്യങ്ങൾ, 9ഓളം കാര്യങ്ങളെ കുറിച്ച് ഈ 9 കാര്യങ്ങളും റമദാനിന്റെ ഓഫറുകളായി, റമദാനിലുള്ള ക്വാളിറ്റിയുള്ള ഒട്ടേറെ പുണ്യമുള്ള കാര്യങ്ങളായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചു ഈ റമദാനിന്റെ 1ാമത്തെ ദിവസം വരുന്നത് ഞാനൊരു തയ്യാറെടുക്കുന്നു. റമദാൻ വന്നു, അത് പോയി പറയാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറയുന്നു.
2026 വന്നു, അതിന്റെ 1ാമത്തെ മാസം കഴിഞ്ഞു, 2ാമത്തെ മാസത്തിന്റെ പകുതിയാണ്. നമ്മൾ പറയാൻ ചർച്ച ചെയ്യും എത്ര പെട്ടെന്നാണ് പോയത്. എങ്കിൽ റമദാൻ വരുന്നു എന്ന് പറയുന്നതിലേറെ വേഗത്തിൽ റമദാൻ പോയി. അതിനു മുമ്പ് നമുക്ക് കിട്ടുന്നൊരവസരം, ഈ ഒരു അവസരം ഒരുമിച്ച് നമുക്ക് അടുത്ത ഒരു റമദാനിന്റെ നമ്മളുണ്ടാവും. അതുകൊണ്ട് ഒരുങ്ങുക, തയ്യാറെടുക്കുക. ഓഫറുകൾ എത്രയുണ്ടോ കഴിവിന്റെ പരമാവധി നന്മകളിലൂടെ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ പള്ളിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെന്നെ അത് കണ്ടാൽ മനസ്സിലാവും. എങ്കിലും പ്രിയപ്പെട്ടവരെ, വലിയ ബാധ്യത ഇപ്പോഴും, വലിയ ബാധ്യത. ഇത് മിമ്പറിൽ തന്നെ എടുത്ത് പറയാത്ത കാരണം ഇതിന്റെ പ്രാധാന്യം അത്രയും ഉള്ളത്. വലിയ പ്രയാസത്തിലാണ് ഇതിന്റെ ഭാരവാഹികൾ കൂട്ടുകയും. നമുക്ക് ഏതൊരു കാര്യം നടക്കണമെങ്കിൽ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യം. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മുടെ കഴിവിന്റെ പരമാവധി സഹായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി. എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, വലിയ ബാധ്യതകൾ വരാത്തത് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ഈ പള്ളിയെ സഹായിക്കണമെന്ന് ഒരുപാട് ആളുകൾ പ്രാർത്ഥനയുടെ വസീയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന സംശയിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവന്മാരെ ഉൾപ്പെടുത്തുന്നതാണ്. ഈ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഓഫറുകളെല്ലാം മനസ്സിലായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ റയ്യാനത്തെ കവാടത്തിലൂടെ നാളെ പരലോകത്ത് ചില ആളുകളെ അല്ലാഹു പറഞ്ഞേക്കും. ആ വിഭാഗത്തിൽ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم إنك مجيب الدعوات يا صالح. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും, ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, the soulmate. Peace Radio, tuned to reality.